പക്ഷെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഈ 15-ാം തീയതി മുതൽ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നാണ്. നമ്മുടെ കേരളത്തിൽ ഓർഡിനറി ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനപ്പുറത്തേക്ക് ഒരു ഓർഡിനറി ബസ് യാത്രയില്ല. ഈ പറയുന്ന 2000-ഓളം ബസ്സുകൾ ആവശ്യമായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇത് ഫില്ല് ചെയ്യാൻ വേണ്ട സാമ്പത്തികം തൽക്കാലത്തേക്ക് കോർപ്പറേഷൻ്റെ കയ്യിലില്ല. പ്രൈവറ്റ് ബസ്സുകാർ എന്ത് ചെയ്തു? ഈ വേനൽക്കാലമായപ്പോൾ അവരുടെ AC ബസ്സുകൾ ഇറക്കി. ലോക്കൽ ടിക്കറ്റിൽ AC ബസ്സിൽ നിന്ന് അവർക്ക് യാത്ര ചെയ്യാൻ പറ്റും. വണ്ടിയുടെ വാടക ഉൾപ്പെടെ വരുമ്പോൾ കോടിക്കണക്കിന് ഒരുപാട് നഷ്ടം ഉണ്ടാവും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. ഒരു മുന്നൊരുക്കമോ അല്ലെങ്കിൽ ഇത് എങ്ങനെ നടപ്പിലാക്കാം എന്നതിനെക്കുറിച്ച് യാതൊരുവിധ പ്ലാനിങ്ങും ഇല്ലാതെ ഈ ചെയ്യുന്നത്. അവർക്ക് തന്നെ ബോധമില്ലെന്ന് പറയാം, മഹിളാ മോർച്ച ആയതുകൊണ്ട്. ഈ മാസം 15 കൂടിയിട്ട് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര തൽക്കാലം അതിന്റെ ആദ്യത്തെ 100 ദിവസം എന്തോ ഓർഡിനറി ബസ്സിൽ അങ്ങനെ പരീക്ഷണാടിസ്ഥാനത്തിൽ, പിന്നെ ഇതിന്റെ രീതികളൊക്കെ നോക്കിയിട്ട് മറ്റുള്ള ബസ്സുകളിലൂടെ എന്നൊക്കെയാണ് വ്യാപിപ്പിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. നടക്കുമല്ലോ എന്ന് അറിയത്തില്ല. പക്ഷെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഈ 15-ാം തീയതി മുതൽ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നാണ്. അപ്പൊ ഇതിനെ മറികടക്കണമല്ലോ. അതായത് ഏതാണ്ട് 57 കോടി രൂപയെങ്ങാണ്ടാണ് നഷ്ടം വരാൻ പോകുന്നത് KSRTCക്ക്. ഇതിനെ മറികടക്കാൻ ഒരു പോംവഴി വേണമല്ലോ. അപ്പൊ മറികടക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ടുപിടിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്വകാര്യ ബസ്സുകൾ വാടകയ്ക്ക് എടുക്കാൻ ഒരുങ്ങുകയാണ്. 500-ഓളം ബസ്സുകൾ എങ്ങാണ്ട് വാടകയ്ക്ക് എടുക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇതില് ശരിക്കും ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇവർ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞൊരു വീഡിയോ ഒക്കെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ബസ് യാത്ര ചെയ്യുന്ന 2 പേര്. അങ്ങനെയൊക്കെ രസകരമാണ്, കണ്ടോണ്ടിരിക്കാൻ തോന്നും. പക്ഷെ ആ കണ്ട അതിൻ്റെ ഒരു അവസാനം കാണുമ്പോൾ നമുക്ക് ചിരിയും വരും. അപ്പോൾ അതുപോലുള്ളൊരു വീഡിയോ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് ഇറക്കിയത്. ഇപ്പം ബസ്സിൽ ഇത് പറയുന്ന പോലെ സൗജന്യ യാത്ര നമ്മുടെ കേരളത്തിൽ ബസ്സുകൾ അല്ലെങ്കിൽ KSRTCയുടെ ഓർഡിനറി ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിനപ്പുറത്തേക്ക് ഒരു ഓർഡിനറി ബസ് യാത്രയില്ല. ഇതൊന്ന് 40 മുതൽ 60 കിലോമീറ്റർ വരെയാണ് ഒരു KSRTC ബസ്സിന് ഒരു ട്രിപ്പിൽ ഓടാൻ കഴിയുന്ന പരമാവധി ദൂരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പരമാവധി ഒരു 30-40 വരെയൊക്കെ 25 രൂപ അങ്ങനെയൊക്കെ. അതിൻ്റെ എനിക്ക് ടിക്കറ്റിൻ്റെ കറക്റ്റ് ആക്യുറസി എനിക്കില്ല, എങ്കിലും ടിക്കറ്റ് ചാർജൊക്കെ വരുന്നുണ്ട്. അപ്പം ഇത് വെച്ച് കണക്കാക്കുമ്പോഴും ഈ കേരളത്തിൽ ഓർഡിനറി ബസ്സുകളിൽ അല്ലെങ്കിൽ സ്ത്രീ യാത്രക്കാരെന്ന് പറഞ്ഞുകൊണ്ട് മൊത്തം യാത്രക്കാർ ഏകദേശം 23 ലക്ഷം യാത്രക്കാരോളം സ്ഥിരം ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ ബസ് യാത്രക്കാരായിട്ടുണ്ട്. ഇതിൽ പകുതിയിൽ കൂടുതൽ 50 മുതൽ 60% വരെയുള്ള ആളുകളെന്ന് പറഞ്ഞാൽ സ്ത്രീ യാത്രക്കാരാണ്. ഈ സ്ത്രീ യാത്രക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇപ്പം ബസ്. അപ്പോൾ ഒരു 12 ലക്ഷം സ്ത്രീ യാത്രക്കാർ ഒരു ദിവസം KSRTC ബസ്സുകൾ യാത്ര അനുവദിക്കുന്നുണ്ട്. ഏകദേശം 2000 ബസ്സുകൾക്ക് അടുത്ത് ഇപ്പം എനിക്ക് തോന്നുന്നു KSRTCയിൽ നിന്ന് കണ്ടം ചെയ്തു പോകാമെന്ന് പറയും. അതായത് ബസ് 15 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന കണ്ടീഷനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബസ്സുകൾ ഏകദേശം 1900 സംതിങ് 1700 1900 നിയർ അബൌട്ട് 2000 ബസ്സുകൾ ഈ പറയുന്ന KSRTCയിൽ നിന്നും ഒഴിവാക്കേണ്ടതായിരുന്നു. ഒന്നീ പൊളിക്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് ഈ 15 വർഷത്തിന് ശേഷം ബസ് ഉപയോഗിക്കുന്ന ചില ആൾക്കാരുണ്ട്, അവർക്കൊക്കെ വാഹനങ്ങൾ കൊടുക്കാം, വിൽക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ലേലത്തിലൊക്കെ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒഴിവാക്കാറുമായി. അപ്പം നിലവിൽ ഈ പറയുന്ന 2000-ഓളം ബസ്സുകൾ ആവശ്യമായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇത് ഫില്ല് ചെയ്യാൻ വേണ്ട സാമ്പത്തികം തൽക്കാലത്തേക്ക് കോർപ്പറേഷൻ്റെ കയ്യിലില്ല. അപ്പം അതുകൊണ്ട് തന്നെ തൽക്കാലം ഈ 2000 ബസ്സുകൾ ഒഴിവാക്കി വിടുമ്പോൾ 2000 ബസ്സിൻ്റെ ഷോർട്ടേജ് ഇവിടെ ഉണ്ടാവും. ഇതുകൂടാതെ നമ്മൾ നോക്കിയാൽ വടക്കൻ ജില്ലകളിലേക്ക് നോക്കാം. അതായത് തൃശ്ശൂർ അല്ലെങ്കിൽ എറണാകുളം മുതൽ അങ്ങോട്ടേക്കുള്ള ജില്ലകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പലയിടങ്ങളിലും ഈ ഓർഡിനറി ബസ്സുകളുടെ എണ്ണം വളരെ കുറവാണ്. ഇവിടെ നിന്ന് പോകുന്ന സൂപ്പർ ഫാസ്റ്റ്, മിന്നൽ, ഫാസ്റ്റ് പാസഞ്ചർ ഇങ്ങനെയുള്ള ബസ്സുകൾ മാത്രമാണ് പലയിടങ്ങളിലും ഉള്ളത്. തന്നെ വടക്കൻ ജില്ലകളുടെ ഏറ്റവും വലിയൊരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വടക്കൻ ജില്ലകളിൽ ഈ നിരത്ത് കൈയടക്കി വെച്ചിരിക്കുന്ന മുഴുവൻ പ്രൈവറ്റ് ബസ്സുകളാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂർ മുതൽ കോഴിക്കോട് ബസ്സുകളുണ്ട്, കോഴിക്കോട് കണ്ണൂർ ബസ്സുകളുണ്ടാവും, കണ്ണൂർ കാസർഗോഡ് അല്ലെങ്കിൽ കോഴിക്കോട് കാസർഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈവേയിലൂടെ തന്നെ, അതായത് ദേശീയപാത 66 തന്നെ ഓടുന്ന സ്വകാര്യ ബസ്സുകൾ ധാരാളമായി ലിമിറ്റഡ് സ്റ്റോപ്പായിട്ടും ലിമിറ്റഡ് സ്റ്റോപ്പ് ഫാസ്റ്റായിട്ടും ലിമിറ്റഡ് സൂപ്പർ ഫാസ്റ്റായിട്ടും ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കോഴിക്കോട് പോകാമെന്ന് വെച്ചാൽ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ നമ്മൾ മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡ് എന്ന് പറയും, ഇപ്പോൾ സ്ഫോടനമൊക്കെ കടന്ന ബസ് സ്റ്റാൻഡ്. അപ്പോൾ ആ ബസ് സ്റ്റാൻഡിൽ നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പ്രൈവറ്റ് ബസ്സുകളുണ്ട്. അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് ഏതൊക്കെ ഭാഗത്തേക്ക് സർവീസ് നടത്താൻ പറ്റുമോ അവിടേക്കെല്ലാം KSRTC പ്രൈവറ്റ് ബസ് ഇഷ്ടം പോലെയുണ്ട്. അതേസമയം നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ KSRTCക്ക് പുതിയ ബസ് സ്റ്റാൻഡ് വന്നു. അപ്പം അതായത് മാവൂർ റോഡിൽ പുതിയ ബസ് സ്റ്റാൻഡ് വന്നിട്ടുണ്ട്. നമ്മൾ ആ ബസ് സ്റ്റാൻഡിലേക്ക് പോയി നിന്ന് കഴിഞ്ഞാൽ അവിടേക്ക് വരുന്ന ബസ്സുകളുടെ എണ്ണം വളരെ കുറവാണ്. തന്നെയല്ല അവിടെ ഒരുപാട് ബസ്സുകളൊന്നും കീപ്പ് ചെയ്യാൻ പറ്റിയ സ്പേസ് പുതിയ KSRTC ബസ് സ്റ്റാൻഡിലില്ല. അപ്പം അവിടെ ബസ് വരുന്നു, ആ ബസ്സുകൾ
പുറത്തേക്ക് പോകുന്നു, ഇതിനകത്ത് തന്നെ പ്രൈവറ്റൂടെ കയറി വരുന്നു, ഓഫീസ് ബസ് സ്റ്റാൻഡിലേക്ക് ഇതും കയറി പോകുന്നു. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കൽപ്പറ്റ എന്ന് പറയുന്നത് വയനാട്ടിലേക്ക് ഒരു 10 പ്രൈവറ്റ് ബസ് പോയി കഴിയുമ്പോഴായിരിക്കും 2 KSRTC ബസ് കൽപ്പറ്റയ്ക്ക് വിടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വേറെ ഒരു തൃശ്ശൂരേക്ക് പോകണമെങ്കിലും ഇത് തന്നെ അവസ്ഥ. അപ്പം കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യും, വടക്കൻ ജില്ലകളിലുള്ള കൂടുതൽ ആൾക്കാർക്കും ഏറ്റവും ഇഷ്ടം പ്രൈവറ്റ് ബസ്സുകൾ യാത്ര ചെയ്യുന്നത്. കണ്ണൂർക്ക് പോകണം പ്രൈവറ്റ് ബസ്, KSRTC അവർ ആശ്രയിക്കുന്നില്ല. പ്രൈവറ്റ് ബസ്സുകാർ എന്ത് ചെയ്തു, ഈ വേനൽക്കാലം ആയപ്പോൾ അവരുടെ AC ബസ്സുകൾ ഇറക്കി. ലോക്കൽ ടിക്കറ്റിൽ AC ബസ്സിൽ നിന്ന് അവർക്ക് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും സൗകര്യങ്ങൾ പ്രൈവറ്റ് ബസ്സുകാർ അവിടെ വടക്കൻ ജില്ലകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വടക്കൻ ജില്ലകളിലേക്ക് KSRTC കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലോക്കൽ ബസ്സുകളിലേക്ക് ആൾക്കാരുടെ എണ്ണം കുറയും, സ്ത്രീകൾ വരുന്ന കുറേ. അല്ലെ സ്ത്രീകൾ വന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ ബസ്സിനകത്ത് ക്രമാതീതമായ തിരക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ദിവസം ഏകദേശം 12 ലക്ഷം വനിതകളാണ് ബസ്സിനകത്ത് യാത്ര ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയൊരു സാഹചര്യം വരുമ്പോൾ അവിടെയും എന്ത് ചെയ്യണം, ബസ് ഹയർ ചെയ്യേണ്ട അവസ്ഥ വരും. അതായത് KSRTCക്ക് പുറത്ത് നിന്ന് പ്രൈവറ്റ് ബസ്സുകൾ പലതും ഹയർ ചെയ്ത് ഓർഡിനറി ബോർഡ് വെച്ചിട്ട് ഓടേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അവർക്ക് പൈസ കൊടുക്കേണ്ടി വരും. അവർക്കൊരു ബസ് ഒരു മാസം അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ 100 ദിവസത്തേക്കായിരിക്കും അവർ ഹയർ ചെയ്യാൻ പോകുന്നത്. ആ 100 ദിവസവും ഏകദേശം 3 മാസവും 10 ദിവസവും വരും. ഈ 3 മാസവും 10 ദിവസവും അത് വലിയൊരു ഭീമമായ തുക കൊടുക്കേണ്ടി വരും. 500 ബസ്സായിരിക്കും എടുക്കുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് ഒരു ദിവസം ട്രിപ്പ് നടത്തി കിട്ടുമ്പോൾ എത്ര രൂപ വരുമോ ആ വരുമാനവും വണ്ടിയുടെ വെയർ ആൻഡ് ടയർ അടക്കമുള്ള തുക കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് 30-90 ദിവസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് 100 ദിവസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവർക്ക് ഈ തുക കൊടുക്കേണ്ടി വരും. അപ്പോൾ വലിയ ഒരു ഭാരിച്ച വെയിറ്റേജ് അവസാനം. എന്നാൽ ഈ വണ്ടി ഇത്രയും എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അതുമില്ല. കാരണം ഈ സ്ത്രീകൾക്ക് പോകാൻ വേണ്ട, അതിൽ സൗജന്യമാണ്. അതിനകത്ത് സൗജന്യ യാത്രയ്ക്ക് വേണ്ടി 500 ബസ്സുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ 500 ബസ്സിന് ശരാശരി എത്ര രൂപ വരുമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കും. അവിടെയൊക്കെ ആകുമ്പോൾ ബസ്സിന് ഈ പറയുന്ന പോലെ ചെറിയ ഓട്ടോ ഒന്നും അല്ല, നല്ല രീതിക്ക് ഫണ്ട് വരുന്നതാണ് അവിടുത്തെ പ്രൈവറ്റ് ബസ്സുകൾ. ആ പ്രൈവറ്റ് ബസ്സുകളാണ് ഹയർ ചെയ്യുന്നത്. അപ്പം ഏറ്റവും കുറഞ്ഞത് ഏകദേശം ഇപ്പോൾ ഈ പറയുന്ന 52 കോടി എന്നൊക്കെ പറയുന്നില്ലേ, അതിനൊക്കെ മേലെ വരും. ഈ വണ്ടി വാടകയ്ക്കും എടുത്ത് വരുമ്പോൾ, വാടകയ്ക്കും എടുത്തിട്ട് ഓടിക്കാൻ ശ്രമിച്ചു കഴിയുമ്പം ആ വണ്ടിയുടെ വാടക ഉൾപ്പെടെ വരുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടാവും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. ഇത് പറ്റിപ്പോയൊരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരു എങ്ങനെ നടത്തണം. ഇപ്പം പദ്ധതി പ്രഖ്യാപിച്ചു, ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. ഈ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന പദ്ധതി പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം ഇത് എങ്ങനെ വിജയകരമായി നടപ്പാക്കാം എന്നൊരു ചിന്താഗതി ഇല്ലാണ്ടായി പോയെന്നേ. ഇവിടുത്തെ കൃത്യമായി വാവിട്ട് പറയുകയും ചെയ്തു. എന്നാൽ ഇത് എങ്ങനെ നടപ്പിലാക്കും, അതിലൂടെ സർക്കാരിന് എന്ത് കിട്ടും, അല്ലെങ്കിൽ KSRTCക്ക് ഉണ്ടാകുന്ന ഇപ്പൊ ധവളപത്രം ഇറക്കിയപ്പോൾ എത്രയായി, KSRTCക്ക് ഏതാണ്ട് 1300 സംതിങ് കോടി രൂപയുടെ കടമുണ്ട്. നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുക. ഈ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു KSRTC എന്ന് പറയുന്ന സംവിധാനത്തെ ഇനി വീണ്ടും നഷ്ടത്തിലേക്ക് കൊണ്ടെത്തിക്കുകയല്ലേ ചെയ്യാൻ പോണത്. അപ്പോൾ പൊതുവിൽ ഈ പറയുന്ന പൊതുമേഖലാ സാധനങ്ങൾക്കൊന്നും ലാഭനഷ്ടം നോക്കാൻ പാടില്ല എന്നാണ് വെയ്പ്പ്. എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ മറ്റുള്ള സർവീസുകൾ പോലെ അല്ല ഈ KSRTC എന്ന് പറയുമ്പോൾ. അതിന് ഡീസലിൻ്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം. ടയറിന് ഇപ്പം കഴിഞ്ഞ വർഷം മേടിച്ച വിലയ്ക്കല്ല ഇപ്പോൾ പുതിയ ടയർ വരുന്നത്. ഒരു ടയറിൻ്റെ പുറത്ത് 2000 മുതൽ 3000 രൂപ വരെ വില വ്യത്യാസം വരുന്നുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ. അപ്പോൾ ടയറിന് വിലയിൽ മാറ്റം വരുന്നുണ്ട്, ഡീസലിൻ്റെ കാര്യത്തിൽ മാറ്റം വരുന്നുണ്ട്, പിന്നെ സ്പെയർ പാർട്സുകളുടെ വിലയിൽ മാറ്റം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ അവർക്കുള്ള മെക്കാനിക്കുകളെല്ലാം അവരുടെ ജോലിക്കാർ തന്നെയാണ്. അപ്പോൾ ആ കാര്യത്തിൽ വലിയ ടെൻഷൻ വരുന്നില്ല. എന്നിരുന്നാൽ തന്നെയും വലിയ തോതിൽ ഒരു മുന്നൊരുക്കമോ അല്ലെങ്കിൽ ഇത് എങ്ങനെ നടപ്പിലാക്കാം എന്നതിനെക്കുറിച്ച് യാതൊരുവിധ പ്ലാനിങ്ങും ഇല്ലാതെ ഈ ചെയ്യുന്നത്. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറിയിരുന്നുണ്ടെന്ന് പറഞ്ഞത് ഈ പറയുന്ന VD സതീശൻ തന്നെ ഒരു വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞ എന്താ, നിങ്ങൾക്ക് എവിടെ വേണേ പോവാം, തീർത്ഥയാത്ര പോവാം, വിനോദയാത്ര പോവാം, എന്ത് വേണേ ആവാം KSRTC ബസ്സിൽ കയറിയിട്ട്. ഇപ്പോൾ ഓർഡിനറി കയറിയിട്ട് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു, തിരുവനന്തപുരത്ത് നിന്ന് ഒരു ബസ്സിൽ കയറിയിട്ട് എനിക്ക് ഗുരുവായൂർക്കാണ് പോകേണ്ടതെന്ന് വയ്ക്കുക. ഗുരുവായൂർ ഒരു ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകണം, തീർത്ഥാടനമാണ് ഒരു ലേഡിക്ക്. അപ്പൊ വിദ്യക്ക് തന്നെ ആയിക്കോട്ടെ, തിരുവനന്തപുരത്ത് നിന്ന് പോകണം, എത്ര ബസ് കയറിയുണ്ടെങ്കിൽ ഒരു ഓർഡിനറി ബസ്സിൽ പോകണമെങ്കിൽ, സൗജന്യമായി ഗുരുവായൂരത്തണമെങ്കിൽ എത്ര ബസ് കയറി ഇറങ്ങിയാൽ അവിടെ വരെ എത്തുക? പരമാവധി 40 കിലോമീറ്ററേ പോവുള്ളൂ ഒരു ഓർഡിനറി. ആ അടുത്ത 40 കിലോമീറ്റർ ഇറങ്ങിയിട്ട് അടുത്ത വണ്ടി കയറി അടുത്ത 40 കിലോമീറ്റർ ഇറങ്ങണം. ഏകദേശം 200 കിലോമീറ്ററിന് മേലെ ഉണ്ടത്. അപ്പൊ അത്രയും 200 അല്ല, ഏതാണ്ട് 100-300ഓളം കിലോമീറ്റർ ഓടണം. ഈ 300 കിലോമീറ്ററിന് ഓടുക എന്ന് പറഞ്ഞാൽ എത്ര ദിവസം എടുക്കും എന്നറിയാം അങ്ങനെയാണെങ്കിൽ. അപ്പം സ്ത്രീകളെ അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ കൊടുത്ത് ഏറ്റവും വലിയ അബദ്ധമാണ്. പാലക്കാട് മുതൽ നിൽക്കുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് എന്ന് വെച്ചാൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ അതിൽ കിട്ടുമോ എന്നുള്ളത് നോക്കണം സ്ത്രീകൾക്ക്. അപ്പം അവിടെയും പ്രശ്നമുണ്ട്. പാലക്കാട് KC വേണുഗോപാലാണ് പറഞ്ഞത്, സ്ത്രീകൾക്ക് ഞങ്ങൾ സൗജന്യമായി തീർത്ഥാടനത്തിന് പോകാം, അവിടെ ഇവിടെ പോകാമെന്ന് KC വേണുഗോപാലിൻ്റെ വക നേർച്ചയുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം നാളെ എങ്ങനെ പ്രാവർത്തികമാക്കും, ഈ ധവളപത്രമോ അല്ലെങ്കിൽ KSRTCയുടെ അവസ്ഥ എന്താണ്
എന്നത് അറിഞ്ഞിട്ട് വേണമായിരുന്നു ഇങ്ങനെ ഒരു ഇന്ദിരാ ഗ്യാരണ്ടി നമ്മുടെ പദ്ധതി നടപ്പിലാക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഇറക്കാൻ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ആവശ്യത്തിന് ബസ്സുകൾ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് പോലും ചർച്ചയില്ലാതെ വളരെ പെട്ടെന്ന് തീരുമാനിക്കുന്നു. ഇത് നടത്തിയില്ലെങ്കിൽ വരുന്ന പ്രശ്നം എന്താ? പിന്നെ കഴിഞ്ഞ മാസം മെയ് അവർ അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്തില്ല. മെയ് മാസം 15-ാം തീയതി ആകുമ്പോൾ ഇവിടെ മഹിളാ മോർച്ചക്കാർ കൊല്ലം ബസ് സ്റ്റാൻഡിലും അവിടെ ഇവിടെ എല്ലാം സമരം നടത്തിയില്ലേ? എന്താ ഞങ്ങൾക്ക് സൗകര്യം, അവർക്ക് തന്നെ ബോധമില്ലെന്ന് പറയാം മഹിളാ മോർച്ച ആയതുകൊണ്ട്. അപ്പം ഇവര് ബസ്സിലേക്ക് കയറുന്നു, സമരം ചെയ്യുന്നു, ഞങ്ങൾക്ക് സൗജന്യം വേണമെന്ന്. അപ്പോൾ പറഞ്ഞു സർക്കാർ അധികാരം ഏറ്റില്ല, സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല, പിന്നെ എന്തിനേറെ മന്ത്രി ആരാന്ന് പോലും CPO ആണ് മന്ത്രി എന്നുള്ള കാര്യം പിന്നീട് തീരുമാനമാവുന്നു. ഇതൊന്നും ആകാത്ത സാഹചര്യത്തിൽ പിന്നെ എങ്ങനെ ഞങ്ങൾ തരും എന്ന് സ്വാഭാവികമായിട്ട് അവർ ചോദിക്കുന്ന ഒരു ഗതികേടിലേക്ക് വന്നു. അപ്പം ഈ വരുന്ന പോലെ അത് തന്നെയാണ് പറഞ്ഞത്, ഒരു ഇച്ഛാശക്തി ഉണ്ടാവണം, അതിന് കൃത്യമായ പഠനം ഉണ്ടാവണം. വെറുതെ കയറി പറഞ്ഞിട്ട് കാര്യമല്ലോ ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഇന്ദിരാ ഗ്യാരണ്ടി പൊളിയാൻ പോകുന്നതാണ് നമ്മൾ ഇൻഷുറൻസ്, അത് ഏറെക്കുറെ പൊളിയുന്ന ഘട്ടത്തിൽ നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ തുടങ്ങി പല ഘടകങ്ങളും പല രീതികളും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതൊരു വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്ക് പോകാനുള്ള ഒരു മുന്നൊരുക്കം. അപ്പം 100 ദിവസം എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് ഓടിക്കും, ഈ 100 ദിവസത്തെ നഷ്ടം എങ്ങനെയെങ്കിലും സഹിക്കും. എന്നിട്ട് 100ാമത്തെ ദിവസം മുതൽ 101ാമത്തെ ദിവസം മുതൽ ഫാസ്റ്റ് പാസഞ്ചറിലേക്ക് ആക്കുകയല്ല ചെയ്യുന്നത്, നിലവിൽ ഓർഡിനറിക്ക് കൊടുത്തിരിക്കുന്ന ബെനിഫിറ്റ് കൂടി കട്ട് ചെയ്യാനാണ് സാധ്യത.